മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ഇസ്രായേലിലെ ഒരു ഗോത്രപിതാവായ റൂബൻ്റെ ജീവിതത്തിലെ നന്മ തിന്മകൾ വിലയിരുത്താം. യാക്കോബിൻ്റെയും ലെയായുടെയും ആദ്യജാതൻ എന്ന നിലയിൽ ബൈബിളിൽ അദ്ദേഹം പ്രമുഖനും എന്നാൽ ദുഃഖകരവുമായ ഒരു സ്ഥാനം വഹിക്കുന്നു. അമിതമായ അഭിലാഷം, കഷ്ടപ്പാടുകൾ, സഫലമാകാത്ത സ്വപ്നങ്ങൾ എന്നിവയാൽ സംഭവബഹുലമാണ് റൂബൻ്റെ ജീവിതം. ഇതാ ഒരു മകൻ എന്ന അർത്ഥമാണ് റൂബൻ എന്ന എബ്രായ നാമത്തിനുള്ളത്. ഈ പേര് അവൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സന്തോഷകരമായ പ്രഖ്യാപനം മാത്രമല്ല, മറിച്ച് ഭർത്താവായ യാക്കോബ് തന്നെ വേണ്ടത്ര സ്നേഹിക്കുന്നില്ലെന്ന് തോന്നിയ അവൻ്റെ അമ്മ ലിയായുടെ ഹൃദയംഗമമായ നിലവിളി കൂടിയായിരുന്നു. ഉൽപ്പത്തി 29:32 വാക്യത്തിൽ ലിയ പറയുന്നു, കർത്താവ് എൻ്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു, ഇനി എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും. വേദന നിറഞ്ഞ ഈ വൈകാരിക വാക്കുകൾ തന്നെ അവഗണിച്ചുകൊണ്ട് തൻ്റെ സുന്ദരിയായ ഇളയ സഹോദരി റാഹേലിനെ സ്നേഹിക്കുന്ന ഭർത്താവായ യാക്കോബിലുള്ള പ്രത്യാശയാണ് വെളിപ്പെടുത്തുന്നത്. തൻ്റെ ആദ്യജാതന് റൂബൻ എന്ന് പേരിട്ടതിലൂടെ ആ മകൻ്റെ ജനനം യാക്കോബിൻ്റെ ഹൃദയത്തിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുമെന്ന് ലിയ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ റൂബൻ എന്ന പേര് ലിയായുടെ വേദനയെയും പ്രത്യാശയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു മകനെ നൽകിയതുവഴി ദൈവം തൻ്റെ കഷ്ടപ്പാടുകൾ കാണുന്നുവെന്ന് അവൾ വിശ്വസിച്ചു. അന്നത്തെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ ആദ്യജാതൻ ഉണ്ടാകുന്നത് അമ്മയ്ക്ക് വലിയ ബഹുമതിയായിരുന്നു. എങ്കിലും റൂബൻ മത്സരവും പിരിമുറുക്കവും നിറഞ്ഞ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അത് അവൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. യാക്കോബിൻ്റെ ആദ്യജാതൻ എന്ന നിലയിൽ റൂബൻ സാംസ്കാരികമായും ആത്മീയമായും അസാധാരണ പദവിയും ഉത്തരവാദിത്വവും ഉള്ളവനായിരുന്നു. പുരാതന മധ്യപൂർവ പാരമ്പര്യത്തിൽ ആദ്യജാതനായ മകന് കുടുംബത്തിനുള്ളിൽ പ്രമുഖ സ്ഥാനം ലഭിച്ചിരുന്നു. ഇതിൽ സഹോദരങ്ങളുടെ മേൽ നേതൃത്വത്തിനുള്ള അവകാശം, പിതാവിൻ്റെ മരണശേഷം ഗോത്രപിതാവ് എന്ന സ്ഥാനം, കുടുംബ സ്വത്ത് വീതം വയ്ക്കുമ്പോൾ ഇരട്ട വിഹിതം എന്നിവ ലഭിക്കുമായിരുന്നു. കൂടാതെ ലേവ്യ പൗരോഹിത്യം സ്ഥാപിക്കുന്നതിന് മുൻപ് കുടുംബ പുരോഹിതൻ എന്ന ആത്മീയ പദവി പലപ്പോഴും ആദ്യജാതനുള്ളതായിരുന്നു. അതിനാൽ തൻ്റെ ഗോത്രത്തിൽ ഒരു കേന്ദ്ര വ്യക്തിയാകുവാനുള്ള സാധ്യതയും തദനുസൃതമായ ധാർമ്മിക ഉത്തരവാദിത്വവും റൂബനുണ്ടായിരുന്നു. പക്ഷേ അവയെ അകാലത്തിൽ കൈയടക്കുന്നതിനുള്ള ആവേശം അവനെ അധപ്പതനത്തിലേക്ക് നയിക്കുകയും അവന് ലഭിക്കേണ്ടിയിരുന്ന ആദ്യജാതനടുത്ത അവകാശങ്ങൾ അവന് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പകരം അവ യാക്കോബിൻ്റെ മറ്റു പുത്രന്മാർക്ക് കൈമാറ്റപ്പെടുന്നു. ദിനവൃത്താന്തത്തിൻ്റെ 1-ാം പുസ്തകം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ. റൂബൻ ഗുരുതരമായ ഒരു അപമാന പ്രവൃത്തി വഴിയാണ് സ്വയം പടുകുഴിയിൽ വീണത്. ഉൽപ്പത്തി 35:22 നാം ഇപ്രകാരം വായിക്കുന്നു, ഇസ്രായേൽ ആ നാട്ടിൽ പാർത്തിരുന്നപ്പോൾ റൂബൻ തൻ്റെ പിതാവിൻ്റെ ഉപനാരിയായ ബിൽഹായുമൊത്ത് ശയിച്ചു. ഇസ്രായേൽ അത് അറിയാൻ ഇടയായി. പുരാതന മധ്യപൂർവ്വ സമൂഹങ്ങളിൽ ഒരു ഭരണാധികാരിയുടെ ഭാര്യമാരെയും വെപ്പാട്ടികളെയും അവൻ്റെ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഭാഗമായി കണക്കാക്കിയിരുന്നു. മറ്റൊരാളുടെ ജീവിത സഖിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അധികാരം കൈയടക്കുന്നതിൻ്റെ പ്രതീകമായി കണക്കാക്കിയിരുന്നു. ബൈബിളിൽ ചില സന്ദർഭങ്ങളിൽ ഈ വിചിത്ര രീതി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് അബ്ശലോം തൻ്റെ പിതാവായ ദാവീദ് രാജാവിനെതിരെ മത്സരിച്ച സമയത്ത് അവൻ അഹിത്തോഫേലിൻ്റെ ഉപദേശപ്രകാരം ദാവീദിൻ്റെ വെപ്പാട്ടികളുമായി പരസ്യമായി ശയിച്ചു. അത് അബ്ശലോമിൻ്റെ ദാവീദിനോടുള്ള എതിർപ്പ് പ്രകടമാക്കാനും അനുയായികൾക്കിടയിൽ പിന്തുണ ശക്തിപ്പെടുത്താനും സഹായിക്കുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 16-ാം അധ്യായം 21-22 വാക്യങ്ങൾ. അങ്ങനെ ചെയ്യുന്നതിലൂടെ അബ്ശലോം രാജ്യത്വത്തിനായുള്ള തൻ്റെ അവകാശവാദത്തെ പരസ്യമായി പ്രകടമാക്കി. അതുപോലെ ദാവീദിൻ്റെ മരണശേഷം ദാവീദിൻ്റെ അവസാന വെപ്പാട്ടിയായ ശുംനാങ്കാരി അബിഷാറിനെ തനിക്ക് ഭാര്യയായി നൽകണമെന്ന് സോളമൻ രാജാവിൻ്റെ സഹോദരൻ അദോനിയ ആഗ്രഹം പ്രകടിപ്പിച്ചു. സോളമൻ രാജാവിന് ഈ അപേക്ഷ തൻ്റെ അമ്മയായ ബത്ശിബ വഴി ലഭിച്ചപ്പോൾ സോളമന് മനസ്സിലായി തൻ്റെ രാജപദവി തട്ടിയെടുക്കാനാണ് അതുവഴി അദോനിയ ശ്രമിക്കുന്നത് എന്ന്. അതിൻ്റെ ഫലമായി അദോനിയ വധിക്കപ്പെട്ടു.
രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. മുൻ നേതാവിൻ്റെ ഭാര്യമാരുടെയോ വെപ്പാട്ടികളുടെയോ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് നേതൃത്വത്തിൻ്റെ അവകാശവാദമായി കണ്ടിരുന്നതിന് ഉദാഹരണങ്ങളാണ് ഇവ. അതിനാൽ റൂബൻ്റെ അധാർമിക പ്രവൃത്തി കേവലം ഒരു ലൈംഗിക പാപം മാത്രമായിരുന്നില്ല. അതവൻ്റെ പിതാവിൻ്റെ അധികാരം അകാലത്തിൽ കൈക്കലാക്കാനുള്ള നിഗൂഢ നീക്കമായിരുന്നു. തനിക്ക് മാതൃതുല്യായ പിതാവിൻ്റെ ഉപഭാര്യയെ ലൈംഗികമായി ചൂഷണം ചെയ്ത് റൂബൻ ഗോത്രപിതാവെന്ന യാക്കോബിൻ്റെ സ്ഥാനത്തെ വെല്ലുവിളിച്ചു. യാക്കോബ് ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ റൂബൻ്റെ നീക്കം അകാലത്തിൽ സഹോദരന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും മേൽ അധികാരവും ഗോത്രപിതാവെന്ന പദവിയും അവകാശപ്പെടുകയായിരുന്നു. ദൈവശാസ്ത്രപരമായും ധാർമ്മികവുമായ വീക്ഷണത്തിൽ ഈ സംഭവം ഗുരുതരവും ദൂരവ്യാപകവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. യാക്കോബിൻ്റെ മരണത്തിനും ഔപചാരികമായ അധികാര കൈമാറ്റത്തിനും കാത്തിരിക്കാതെ റൂബൻ തൻ്റെ പദവി എത്രയും വേഗം ഉയർത്തുവാൻ ശ്രമിച്ചു. ആ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പ്രവൃത്തി ഒരു അനുചിത ബന്ധമായി മാത്രമല്ല, നിലവിലുള്ള കുടുംബ റോളുകളോടുള്ള ഒരു അതിപ്രധാന വെല്ലുവിളിയായി. യാക്കോബിൽ നിലനിന്നിരുന്ന ദൈവിക ഉടമ്പടിയുടെ സ്ഥാനമഹിമയെ അപ്രസക്തമാക്കുവാൻ നടത്തിയ ആ നടപടി യാക്കോബിനെ ഏറെ വേദനിപ്പിച്ചു. തൽഫലമായി ഇസ്രായേൽ അത് അറിയാനിടയായി എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി 35-ാം അധ്യായം 22-ാം വാക്യം. ഈ പശ്ചാത്തലത്തിൽ വേണം റൂബന് പിന്നീടുണ്ടായ അധഃപതനവും കഠിന ശിക്ഷയും മനസ്സിലാക്കുവാൻ. ആ സമയത്ത് യാക്കോബ് പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിലും ആ വഞ്ചന അവൻ ഒരിക്കലും മറന്നില്ല. വർഷങ്ങൾക്ക് ശേഷം യാക്കോബ് മരണക്കിടക്കയിൽ തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുമ്പോൾ ഈ പ്രവൃത്തിക്ക് റൂബനെ പ്രത്യേകമായി ശാസിച്ചു. ഉൽപ്പത്തി 49-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ യാക്കോബ് റൂബനെ അഭിസംബോധന ചെയ്യുന്നത് ഇപ്രകാരമാണ്: റൂബൻ, നീ എൻ്റെ കടിഞ്ഞൂൽ പുത്രനാണ്, എൻ്റെ ശക്തിയും എൻ്റെ പൗരുഷത്തിൻ്റെ ആദ്യ ഫലവും. അഹങ്കാരത്തിലും ശക്തിയിലും നീ മുൻപൻ തന്നെ. വെള്ളം പോലെ അസ്ഥിരനായ നീ മുൻപനായി വാഴില്ല. എന്തെന്നാൽ നീ പിതാവിൻ്റെ കിടക്കയിൽ കയറി അത് അശുദ്ധമാക്കി, എൻ്റെ ശയ്യയിൽ കയറി നീ എന്നെ ദ്രോഹിച്ചുവല്ലോ. അതിരൂക്ഷവും വേദനാജനകവുമായിരുന്നു യാക്കോബിൻ്റെ മരണക്കിടക്കയിലെ റൂബനെതിരായുള്ള വാക്കുകൾ. യാക്കോബ് റൂബന് ജന്മാവകാശമായി ലഭിക്കാമായിരുന്ന ആദ്യജാതൻ്റെ പദവികൾ എടുത്തു കളഞ്ഞു. അതുവഴി അവൻ തരം താഴ്ത്തപ്പെടുകയും മറ്റ് അവകാശങ്ങളായ കുടുംബ വിഹിതത്തിൻ്റെ ഇരട്ടിയും ഗോത്രത്തിൻ്റെ നേതൃത്വവും നഷ്ടമായി. പകരം അവ പിന്നീട് മറ്റുള്ളവർക്ക് നൽകപ്പെട്ടു. ഇരട്ടിയിലോ ഓഹരി ലഭിച്ചത് യോസഫിനാണ്. അവൻ്റെ പുത്രന്മാരായ എഫ്രൈമും മനാസേക്കുമായി അത് വീതിച്ചു. 1-ാം ദിനവൃത്താന്തം 5-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: റൂബൻ ഇസ്രായേലിൻ്റെ ആദ്യജാതനെങ്കിലും പിതാവിൻ്റെ ശയ്യ അശുദ്ധമാക്കിയതിനാൽ അവൻ്റെ ജന്മാവകാശം ഇസ്രായേലിൻ്റെ മകനായ യോസഫിൻ്റെ പുത്രന്മാർക്ക് നൽകപ്പെട്ടു. അങ്ങനെ അവൻ വംശാവലിയിൽ ആദ്യജാതനായി പരിഗണിക്കപ്പെടുന്നില്ല. യൂദാ സഹോദരന്മാരുടെ ഇടയിൽ പ്രബലനാവുകയും അവനിൽ ഒരു നായകൻ ഉത്ഭവിക്കുകയും ചെയ്തിട്ടും ജന്മാവകാശം ജോസഫിന് തന്നെയായിരുന്നു. ഇസ്രായേലിൻ്റെ ഭാവി നേതൃത്വം ലഭിച്ചത് യൂദയ്ക്കാണ്. യൂദ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും, നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും. ചെങ്കോൽ യൂദയായെ വിട്ടുപോവുകയില്ല, അതിൻ്റെ അവകാശം വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകില്ല. ജനതകൾ അവനെ അനുസരിക്കും. ഉൽപ്പത്തി 49-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. റൂബന് പകരം പൗരോഹിത്യം പിന്നീട് ലേവി ഗോത്രത്തിനാണ് ലഭിച്ചത്. സീനായിലെ ഇസ്രായേലിൻ്റെ കലാപസമയത്ത് അവരുടെ വിശ്വസ്തത നിമിത്തമാണ് അവർ അതിന് അർഹരായത്. നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം 8 മുതൽ 10 വരെ വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ പിൽക്കാല ചരിത്രത്തിൽ റൂബൻ ഗോത്രത്തിൽ നിന്ന് പ്രധാന നേതാക്കളോ രാജാക്കന്മാരോ ഉണ്ടായില്ല. അങ്ങനെ അധികാരം പിടിച്ചെടുക്കാനുള്ള റൂബൻ്റെ ശ്രമം നാടകീയമായി തിരിച്ചടിച്ചു. അവൻ അത്യാഗ്രഹത്തോടെ അകാലത്തിൽ കൈയെടുക്കാൻ ശ്രമിച്ച അധാർമിക ഉദ്യമം അവന് പിൽക്കാലത്ത് സ്വാഭാവികമായി ലഭിക്കാമായിരുന്ന കൂടി നഷ്ടമാക്കി. റൂബൻ്റെ ദുഷ്പ്രവൃത്തി അവന് മാത്രമല്ല, അവൻ്റെ ഭാവി തലമുറയെയും ബാധിച്ചു. അത് നമുക്കും പാഠമാകണം. സ്വഭാവ സംശുദ്ധിയാണ് സ്ഥാനമോഹത്തേക്കാൾ പ്രധാനം. സത്സ്വഭാവികൾക്ക് സ്ഥാനമാനം സ്വയമേ വന്നേക്കും. റൂബൻ തിന്മ പ്രവർത്തിച്ചെങ്കിലും ശ്രദ്ധേയമായ സൽഗുണങ്ങൾ അവൻ പിന്നീട് പ്രകടിപ്പിക്കുകയുണ്ടായി. അവൻ്റെ ഇളയ സഹോദരൻ ജോസഫിനെ വധിക്കാൻ
മറ്റ് സഹോദരന്മാർ ഗൂഢാലോചന നടത്തിയപ്പോൾ റൂബൻ യോസഫിനെ അവരുടെ കൈകളിൽ നിന്ന് രക്ഷിച്ചു. അവൻ പറഞ്ഞു, നമുക്കവനെ കൊല്ലേണ്ട, രക്തം ചിന്തരുത്. അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഒരു കുഴിയിൽ തള്ളിയിടുക, പക്ഷേ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിന് തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ ചെയ്തത്. ഉൽപ്പത്തി 37-21-22 വാക്യങ്ങൾ. എന്നാൽ അവൻ്റെ പദ്ധതി പരാജയപ്പെട്ടു. യോസേപ്പ് ഈജിപ്തിലേക്ക് പോയ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടു. യഹൂദ റബായിമാരുടെ പാരമ്പര്യം ഇത് റൂബൻ്റെ മാനസാന്തരത്തിൻ്റെയും തെറ്റുതിരുത്തലിൻ്റെയും പരിശ്രമമായി കണക്കാക്കുന്നു. ബൈബിൾ റൂബനെ പൂർണ്ണമായും തിന്മ നിറഞ്ഞവനായല്ല അവതരിപ്പിക്കുന്നത്. ക്ഷാമം യാക്കോബിൻ്റെ മക്കളെ ഈജിപ്തിൽ എത്തിച്ചപ്പോൾ ബെഞ്ചമിനെ ഈജിപ്തിൽ എത്തിക്കുന്നതുവരെ യോസഫ് ഷെമയോനെ അവിടെ ബന്ദിയാക്കി. ബെഞ്ചമിനെ ഈജിപ്തിലേക്ക് അയക്കുവാൻ യാക്കോബ് മടിക്കുമ്പോൾ റൂബൻ മുന്നോട്ട് വന്ന് അവനെ തൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുവാൻ പിതാവിനോട് അപേക്ഷിക്കുന്നു. റൂബൻ പറഞ്ഞു, ഞാൻ അവനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ മക്കളെ രണ്ടുപേരെയും കൊന്നുകൊള്ളുക. അവനെ എൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുക. ഞാൻ അവനെ അങ്ങയുടെ അടുത്ത് തിരികെ കൊണ്ടുവന്നുകൊള്ളാം. ഉൽപ്പത്തി 42-37 വാക്യം. ഈ വാഗ്ദാനം റൂബൻ്റെ ആത്മാർത്ഥതയുടെയും ബോധ്യത്തിൻ്റെയും മാത്രമല്ല, ഹൃദയ പരിവർത്തനത്തിൻ്റെ ആഴവും വെളിപ്പെടുത്തുന്നു. ഒരിക്കൽ പിതാവിനെ അപമാനിച്ചയാൾ ഇപ്പോൾ തൻ്റെ ഇളയ സഹോദരനെ സംരക്ഷിക്കാനും യാക്കോബിനെ ധൈര്യപ്പെടുത്താനും ശ്രമിക്കുന്നു. ഇത് അപൂർണമെങ്കിലും ആത്മാർത്ഥമായ അനുതാപ പ്രകടനമാണ്. ഇതൊരു ആത്മീയ സത്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. പാപത്തിൽ നിബന്ധിച്ചവർക്ക് പോലും ഉത്തരവാദിത്വത്തിൻ്റെയും കരുതലിൻ്റെയും പ്രവൃത്തികളിലൂടെ വീണ്ടും പുനർജീവനത്തിന് ശ്രമിക്കാം. നഷ്ടപ്പെട്ട ജന്മാവകാശം റൂബൻ ഒരിക്കലും പൂർണ്ണമായി വീണ്ടെടുക്കാനായില്ലെങ്കിലും അവൻ്റെ കുറ്റബോധത്തിൽ നിന്നുള്ള പരിഹാര ശ്രമമായി ഇവയെ കാണാൻ കഴിയും. റൂബൻ്റെ മരണത്തിൻ്റെ കൃത്യമായ തീയതിയോ സാഹചര്യങ്ങളോ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. മോശയുടെ കാലത്തിന് മുമ്പ് ഇസ്രായേലിയർ ഈജിപ്തിൽ താമസിച്ചിരുന്ന സമയത്ത് റൂബേനയും സഹോദരന്മാരും മരിച്ചുവെന്ന് മനസ്സിലാക്കാം. പുറപ്പാടിൻ്റെ 1-ാം വാക്യം പറയുന്നു, ഇപ്പോൾ യോസഫും അവൻ്റെ എല്ലാ സഹോദരന്മാരും ആ തലമുറ മുഴുവനും മരിച്ചു. എന്നിരുന്നാലും അവൻ്റെ ഗോത്രം അതിജീവിക്കുകയും കാനാനിൽ ഭൂമി ലഭിക്കുകയും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്തു. വ്യക്തികൾക്ക് വീഴ്ച സംഭവിച്ചേക്കാമെങ്കിലും ദൈവം തൻ്റെ ജനത്തോടുള്ള വാഗ്ദാനങ്ങൾ തലമുറകളിലൂടെ തുടരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റൂബൻ്റെ കഥ നമ്മുടെ സ്വന്തം ജീവിതത്തെ പരിശോധിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. നാം വിശ്വാസത്തിൽ പരാജയപ്പെട്ടോ അതോ കൃപയിൽ നിന്നും വീണുപോയോ? റൂബനെ പോലെ നമുക്ക് സാവധാനത്തിലോ അപൂർണമായോ പോലും സദ്ഗുണത്തിലേക്ക് ചുവടുവെക്കാം. നമ്മുടെ അനുതാപത്തിൻ്റെ തുടക്കങ്ങളെപ്പോലും ദൈവം വിലമതിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 16 റൂബൻ ഗോത്രത്തിൻ്റെ നേതാക്കളായ ദാഥാനും അബീരാമും മോശയുടെയും അഹറോൻ്റെയും അധികാരത്തിനെതിരെ കോരഹിനൊപ്പം ഒരു കലാപത്തിൽ പങ്കുചേരുന്നു. ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് അവരുടെ നേതൃത്വത്തെ ദാഥാനും അബീരാമും വെല്ലുവിളിച്ചു. അവരുടെ ധിക്കാരം രാഷ്ട്രീയമായി മാത്രമല്ല, ദൈവത്തിൻ്റെ സ്ഥാപിത ക്രമത്തോടുള്ള തിരസ്കരണമായിരുന്നു. അതിന് ശിക്ഷയായി ദൈവം ഭൂമി തുറന്ന് ദാഥാനെയും അബീരാമിനെയും അവരുടെ കുടുംബങ്ങളെയും വിഴുങ്ങി. അതേസമയം അഗ്നി 250 പേരെ ദഹിപ്പിച്ചു. തുടർന്ന് പകർച്ചവ്യാധിയും ഉണ്ടായി. റൂബൻ്റെ ഗോത്രം അസ്ഥിരവും മത്സര മനോഭാവവുമുള്ളത് ആണ് എന്ന് ബൈബിൾ ധാരണയെ ഈ കലാപം തെളിയിച്ചു. ഉൽപ്പത്തി 49-4 വാക്യത്തിലെ യാക്കോബിൻ്റെ പ്രവചനത്തെ ഇത് പ്രതിധ്വനിപ്പിച്ചു. അഹങ്കാരം, അസൂയ, ദൈവിക അധികാരത്തോടുള്ള ധിക്കാരം എന്നിവയ്ക്കെതിരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം വർത്തിക്കുന്നു. ഇസ്രായേലിയർ വാഗ്ദത്ത ദേശം കീഴടക്കിയപ്പോൾ റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനാസയുടെ പകുതി ഗോത്രവും മോശയോട് യോർദാൻ നദിയുടെ കിഴക്കുള്ള ഗിലെയാദിലും മൊവാബിലും താമസിക്കുവാൻ അനുവാദം ചോദിച്ചു. കാരണം ആ പ്രദേശം അവരുടെ കന്നുകാലികളെ മേയ്ക്കാൻ അനുയോജ്യമായിരുന്നു. അവിടെ സ്ഥിരതാമസമാക്കുന്നതിന് മുൻപ് യോർദാന് പടിഞ്ഞാറേക്കുള്ള കുടിയേറ്റ ആക്രമണത്തിൽ സഹായിക്കുമെന്ന് അവർ മോശയോട് വാഗ്ദാനം ചെയ്തു. മോശ ഈ ക്രമീകരണത്തോട് സമ്മതിച്ചു. പിന്നീട് ജോഷുവ അത് ഔദ്യോഗികമാക്കി. സംഖ്യാപുസ്തകം 32-ാം അധ്യായം 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങളും ജോഷുവയുടെ 13-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും. മറ്റു ഗോത്രങ്ങളുടെ വിധിയെ അവഗണിക്കുകയും
ഭൂമിയുടെ വിതരണത്തിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളുടെ തീരുമാനത്തിന് കാത്തിരിക്കുകയും ചെയ്യാത്ത ഈ ഗോത്രത്തിൻ്റെ സ്വാർത്ഥതയെയാണ് ഇത് കണക്കാക്കുന്നത്. ഭൂമി അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്കായി നൽകിയെങ്കിലും വാഗ്ദത്ത ദേശത്തിൻ്റെ കേന്ദ്രഭാഗത്തിന് പുറത്ത് താമസിക്കുവാനുള്ള റൂബൻ ഗോത്രക്കാരുടെ തീരുമാനം ഏറെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. അവരുടെ ഭൂമിശാസ്ത്രപരമായ അകലം ഇസ്രായേലിൻ്റെ കേന്ദ്ര ജീവിതത്തിൽ നിന്നും ആരാധനയിൽ നിന്നും അവരെ അകറ്റുന്നതിന് കാരണമായി. തൽഫലമായി റൂബൻ ഗോത്രത്തിന് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വലിയ സ്വാധീനമൊന്നും ഉണ്ടായില്ല. അവരിൽ നിന്ന് വലിയ നേതാക്കളെയോ ന്യായാധിപന്മാരെയോ ഉത്ഭവിച്ചില്ല. ദേശീയ അടിയന്തരാവസ്ഥയിൽ അവർ പലപ്പോഴും മടിച്ചു നിന്നു. ന്യായാധിപന്മാർ 5-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ഈ ബലഹീനത അവരുടെ പൂർവികനായ റൂബൻ്റെ അസ്ഥിരതയെ പ്രതിഫലിപ്പിച്ചു. അവർ ശ്രേഷ്ഠരാകില്ല എന്ന് യാക്കോബിൻ്റെ പ്രവചനം അങ്ങനെ നിറവേറി. ഉൽപ്പത്തി 49:4. സോളമൻ രാജാവിൻ്റെ മരണശേഷം ഇസ്രായേലിൻ്റെ ഏകീകൃത രാജവാഴ്ചയെ തെക്കൻ യഹൂദ രാജ്യം, വടക്കൻ ഇസ്രായേൽ എന്നിങ്ങനെ 2 രാജ്യങ്ങളായി പിളർത്തി. യോർദാൻ നദിയുടെ കിഴക്ക് സ്ഥിതി ചെയ്തിരുന്ന റൂബൻ ഗോത്രം വടക്കൻ രാജ്യത്തിൻ്റെ ഭാഗമായി. അതിർത്തിയിൽ സ്ഥിതി ചെയ്യുകയും ഒറ്റപ്പെടുകയും ചെയ്തതിനാൽ റൂബൻ വിദേശ ആക്രമണങ്ങൾക്ക് ഇരയായി. ദിനവൃത്താന്തം 1-ാം പുസ്തകം 5-ാം അധ്യായം 25-26 പറയുന്നു, അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും അവിടുന്ന് തങ്ങളുടെ മുൻപിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത ജനതകളുടെ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവം അസീറിയ രാജാവായ പൂലിനെ, തിൽഗനേസറിനെ അവർക്കെതിരെ അയച്ചു. അവർ റൂബൻ, ഗാദ് ഗോത്രങ്ങളെയും മനാസയുടെ അർദ്ധഗോത്രത്തെയും തടവുകാരായി കൊണ്ടുപോയി ഹാല, ഹാഗോർ, ഹാര, കോസാർ നദീതീരം എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു. അവർ ഇന്നും അവിടെ വസിക്കുന്നു. റൂബൻ ഗോത്രത്തിൻ്റെ അധപ്പതനത്തിന് നിദാനം അവരുടെ വിഗ്രഹാരാധന ആയിരുന്നുവെന്നത് ഇവിടെ വ്യക്തമാണ്. നാം സത്യദൈവത്തെ ധിക്കരിച്ചാൽ മരണാനന്തരം ഉണ്ടാകാവുന്ന വിപത്തിനെയാണ് ഇത് അനുസ്മരിപ്പിക്കുന്നത്. BC 722 സമരിയായുടെ പതനത്തോടെ വടക്കൻ രാജ്യത്തിൻ്റെ അസീറിയൻ കീഴടക്കൽ പൂർത്തിയായി. റൂബൻ ഉൾപ്പെടെയുള്ള 10 ഗോത്രങ്ങൾ ചിതറിക്കപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ ലയിച്ചു. പിന്നീട് ബാബിലോണിയൻ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് തങ്ങളുടെ സ്വത്വം പുനഃസ്ഥാപിച്ച ജൂദ, ബെഞ്ചമിൻ ഗോത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റൂബൻ ഗോത്രം ബൈബിളിലോ ചരിത്രരേഖകളിലോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടില്ല. അങ്ങനെ റൂബൻ ഗോത്രങ്ങൾ ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ട ഗോത്രങ്ങളെന്ന് വിളിക്കപ്പെടുന്നവരുടെ ഗണത്തിലായി. അങ്ങനെ യാക്കോബ് പ്രവചിച്ച പ്രകാരം റൂബൻ്റെ തിന്മയുടെ അനന്തരഫലം അവൻ്റെ പിൻതലമുറകളെ പോലും പിന്തുടർന്നു. അവരുടെ അനുസരണക്കേട്, അനൈക്യം, ദൈവത്തിൻ്റെ ഉടമ്പടി കേന്ദ്രത്തിൽ നിന്നുള്ള വിദൂരവാസം എന്നിവയുടെ അനന്തരഫലങ്ങളിൽ നിന്ന് നാമും പാഠം ഉൾക്കൊള്ളണം. യഹൂദ പാരമ്പര്യത്തിൽ ജന്മസിദ്ധ നേട്ടങ്ങളെ നഷ്ടപ്പെടുത്തിയ എന്നാൽ കുടുംബ പരിചരണത്തിൽ തൽപരനായ വ്യക്തിയായി റൂബനെ അനുസ്മരിക്കുന്നു. ഉൽപ്പത്തി 30-ാം അധ്യായം 14 മുതൽ 16 വരെ വാക്യങ്ങളിൽ കാണുന്ന ദൂതായിപ്പഴം പലപ്പോഴും റൂബനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രതീകമാണ്. അവിടെ യുവാവായിരുന്ന റൂബൻ വയലിൽ നിന്ന് ദൂതായിപ്പഴങ്ങൾ കൊണ്ടുവന്ന് അവൻ്റെ അമ്മ ലിയായ്ക്ക് നൽകുന്നു. പുരാതന മിഡിൽ ഈസ്റ്റിൽ ദൂതായിപ്പഴങ്ങൾ പ്രത്യുൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെട്ടു. അപ്പോഴും അന്തിയായിരുന്ന റാഹേൽ ലേയായോട് ആ പഴങ്ങൾ നൽകാമോ എന്ന് ചോദിച്ചു. പകരമായി ആ രാത്രി യാക്കോബിനൊപ്പം ചെലവഴിക്കാൻ ലിയായെ അനുവദിക്കുവാൻ റാഹേൽ സമ്മതിച്ചു. തൽഫലമായി ലേയ മറ്റൊരു മകനെ ഗർഭം ധരിച്ചു. യാക്കോബിൻ്റെ സ്നേഹത്തിനും കുട്ടികൾക്കും വേണ്ടിയുള്ള വാഞ്ഛയോടെ 2 സഹോദരിമാർ തമ്മിലുള്ള വൈകാരികവും മത്സരപരവുമായ പെരുമാറ്റത്തിന് ഈ കൈമാറ്റം മാറ്റുകൂട്ടി. റൂബൻ്റെ പങ്ക് പരോക്ഷമായിരുന്നെങ്കിലും അവൻ്റെ പ്രവൃത്തി കുടുംബത്തിൻ്റെ പ്രതിസന്ധിയെ വർദ്ധിപ്പിച്ചു. അങ്ങനെ ദൂതായിപ്പഴം വാഞ്ഛയുടെയും മത്സരത്തിൻ്റെയും പ്രത്യാശയുടെയും ദുഃഖത്തിൻ്റെയും സങ്കീർണ മിശ്രിതത്തിൻ്റെയും പ്രതീകമായി മാറി. യാക്കോബിൻ്റെ ആദ്യജാതൻ എന്ന നിലയിൽ റൂബന് സ്വാഭാവികമായി ജന്മാവകാശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ബിൽഹായുമായി ഉണ്ടായ ഗുരുതരമായ പാപം കാരണം ഒടുവിൽ ജന്മാവകാശം നഷ്ടപ്പെട്ടു. ഉൽപ്പത്തി 35:22 വാക്യം. അതിനാൽ ദൂതായി റൂബൻ്റെ പാരമ്പര്യത്തെ ചിത്രീകരിക്കുന്ന വാഗ്ദാനത്തെയും വീഴ്ചയെയും സംഗ്രഹിക്കുന്നു. മധ്യകാല യൂത സ്രോതസ്സുകളും ക്രിസ്ത്യൻ പ്രതിരൂപങ്ങളും ഇടയ്ക്കിടെ റൂബൻ്റെ ഗോത്രചിഹ്നമായി ദൂതായി പഴത്തെ ഉപയോഗിക്കുന്നു. റൂബൻ ഗോത്രത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രതീകം വെള്ളമാണ്. ഉൽപ്പത്തി 49-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ
യാക്കോബിൻ്റെ മരണക്കിടക്കയിലെ പ്രഖ്യാപനത്തിൽ നിന്ന് എടുത്തതാണത്. ഇവിടെ യാക്കോബ് തൻ്റെ ആദ്യജാതനെ ഈ വാക്കുകളാൽ ശാസിക്കുന്നു: വെള്ളം പോലെ അസ്ഥിരനായ നീ മുൻപനായി വാഴില്ല. എന്തെന്നാൽ നീ പിതാവിൻ്റെ കടക്കയിൽ കയറി അത് അശുദ്ധമാക്കി, എൻ്റെ ശയ്യയിൽ കയറി നീ എന്നെ ദ്രോഹിച്ചുവല്ലോ. വെള്ളത്തിൻ്റെ പ്രക്ഷുബ്ധതയും അസ്ഥിരതയും തൻ്റെ പിതാവിൻ്റെ ഉപഭാര്യയായ ബിൽഹയോടൊപ്പം ശയിച്ച റൂബൻ്റെ അനിയന്ത്രിതവും അപമാനകരവുമായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. ഉൽപ്പത്തി 35:22 വാക്യം. അത് അവന് നേതൃത്വത്തിനും വിശ്വാസത്തിനും അയോഗ്യനാക്കിയെന്ന് ജേക്കബ് സൂചിപ്പിച്ചു. ബൈബിളിൽ വെള്ളത്തിന് ജീവിതത്തെയും ശുദ്ധീകരണത്തെയും മാത്രമല്ല, നാശം വിതയ്ക്കാൻ കെൽപ്പുള്ള പാപത്തെയും അച്ചടക്കമില്ലായ്മയെയും സൂചിപ്പിക്കുവാൻ കഴിയും. റൂബൻ്റെ കാര്യത്തിൽ ജ്ഞാനത്താൽ നിയന്ത്രിക്കപ്പെടാത്ത അഭിനിവേശത്തിൻ്റെ അപകടത്തെ അനിയന്ത്രിത ജലം പ്രതിനിധാനം ചെയ്യുന്നു. കത്തോലിക്ക ധാർമ്മിക ദൈവശാസ്ത്രവും ഈ ഇരട്ട പ്രതീകാത്മകതയെ അംഗീകരിക്കുന്നുണ്ട്. സ്നാനത്തിലൂടെയുള്ള ജീവിത നവീകരണത്തിൻ്റെ അടയാളമായി വെള്ളത്തെ അംഗീകരിക്കുന്നതോടൊപ്പം അസ്ഥിരവും ക്രമരഹിതവുമായ പെരുമാറ്റത്തിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പായും ജലപ്രവാഹത്തെ അവതരിപ്പിക്കുന്നു. ഒരു ഗോത്രചിഹ്നമെന്ന നിലയിൽ ഇസ്രായേൽ ചരിത്രത്തിൽ റൂബൻ്റെ സ്വാധീനം കുറഞ്ഞു വരുന്നതിനെയാണ് ജലം ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. സദ്ഗുണമില്ലാത്ത നേതൃത്വം അസ്ഥിരമായി മാറുമെന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരാളുടെ പങ്ക് നിലനിർത്തുന്നതിന് ആന്തരിക അച്ചടക്കം അനിവാര്യമാണെന്നും റൂബൻ്റെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തീയ വീക്ഷണത്തിൽ റൂബൻ്റെ ദൈവപ്രീതിയിൽ നിന്നുള്ള വീഴ്ചയെ പാപത്തിലൂടെ നമ്മുടെ വിളി നഷ്ടപ്പെടാമെന്നും പകരം ദൈവം മറ്റുള്ളവർക്ക് ആ അനുഗ്രഹം പുനർവിതരണം ചെയ്യുമെന്നും നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ദൂതായിപ്പഴം ദുഷ്പ്രവൃത്തി മൂലം പദവിയോ കൃപയോ നഷ്ടപ്പെടുത്തുന്നവരുമായി റൂബൻ്റെ സാഹചര്യത്തെ താരതമ്യം ചെയ്യാം. ഇത് ദൈവവിളിയിൽ ഉണ്ടാകേണ്ട വിശ്വസ്തതയുടെ ആവശ്യകതയെ ഊന്നിപ്പറയുന്നു. അതോടൊപ്പം റൂബൻ 12 ഗോത്രങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു എന്ന വസ്തുത വ്യക്തിഗത പരാജയങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ കരുണ നിലനിൽക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ആത്മീയമായി റൂബൻ താഴ്മയെയും മാനസാന്തരത്തെയും കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ആത്മീയ ഉന്നതിയും ദാനങ്ങളും സൽഗുണത്താൽ ഉയർത്തിപ്പിടിക്കണം. അല്ലാത്തപക്ഷം റൂബനെ പോലെ നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെടാം. റൂബനിൽ നിന്ന് വ്യത്യസ്തമായി രക്ഷാചരിത്രത്തിൽ ഒരിക്കലും പരാജയപ്പെടാത്ത യഥാർത്ഥ ആദ്യജാതൻ യേശുക്രിസ്തു ആണെന്ന് കത്തോലിക്ക വീക്ഷണം. ക്രിസ്തു പൂർണ്ണമായും വിശ്വസ്തനായിരുന്നു. അങ്ങനെ അവന് ദൈവത്തിൻ്റെ ഭവനത്തിന്മേൽ പ്രാഥമികതയുടെ പൂർണ്ണത ലഭിച്ചു. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. റൂബൻ്റെ ജീവിതകഥ ക്രിസ്തുവിൻ്റെ വിശ്വസ്തതയുമായുള്ള വൈവിധ്യം വർദ്ധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലിനെ ഇത് എടുത്തു കാണിക്കുന്നു. ഒരു നേതാവ് പരാജയപ്പെടുമ്പോഴും തൻ്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം റൂബൻ്റെ സഹോദരന്മാരായ യൂദ, ജോസഫ് എന്നിവരുടെ സന്താന പരമ്പരകളിലൂടെയും യേശു ക്രിസ്തുവിലൂടെയും ചെയ്തതുപോലെ മറ്റൊരുവനെ ഉയർത്തുന്നു. റൂബൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന പാഠങ്ങളേവയെന്ന് നോക്കാം. 1. ധാർമ്മിക പരാജയത്തിന് അനന്തര ഫലങ്ങളുണ്ട്. യാക്കോബിൻ്റെ ആദ്യജാതൻ എന്ന നിലയിൽ റൂബന് ജന്മാവകാശമായി നേതൃസ്ഥാനം, ഇരട്ട അവകാശം, പുരോഹിത പദവി എന്നിവയ്ക്ക് അർഹതയുണ്ടായിരുന്നു. എന്നിരുന്നാലും ബിൽഹയുമായി ശയിച്ച് പിതാവിനെ അപമാനിച്ചതിലൂടെ അവൻ ചെയ്ത ഗുരുതരമായ പാപം ആ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി. ഉൽപ്പത്തി 35:22 വാക്യം. ധാർമ്മികതയും സത്യസന്ധതയും ഇല്ലെങ്കിൽ പദവിയും ബഹുമാന്യതയും ഉള്ളവർ പോലും അധപ്പതിക്കാമെന്ന് റൂബൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വ്യക്തിപരമായ സൽഗുണത്താൽ ദൈവീക ദാനങ്ങൾ സംരക്ഷിക്കപ്പെടാമെന്നും അല്ലാത്തപക്ഷം അവ നഷ്ടപ്പെടാമെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. 2. മാനസാന്തരം വീണ്ടെടുപ്പിലേക്കുള്ള വഴികൾ തുറക്കുന്നു. റൂബൻ ഗുരുതരമായി പരാജയപ്പെട്ടെങ്കിലും പശ്ചാത്താപം നിറഞ്ഞ ഒരു ഹൃദയത്തിൻ്റെ പ്രതിഫലനമാണ് അവൻ്റെ പിന്നീടുള്ള പ്രവൃത്തികൾ സൂചിപ്പിക്കുന്നത്. അവൻ ജോസഫിനെ തൻ്റെ സഹോദരന്മാരുടെ കൊലപാതക ഉദ്ദേശത്തിൽ നിന്നും രക്ഷിക്കുവാൻ ശ്രമിച്ചു. ഉൽപ്പത്തി 37:21-22 വാക്യങ്ങൾ. പിന്നീട് ബെഞ്ചമിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വന്തം പുത്രന്മാരുടെ ജീവൻ അർപ്പിക്കാൻ പോലും തയ്യാറായി. ഉൽപ്പത്തി 42:37. ഇവ വഴി അവൻ്റെ പദവി പൂർണ്ണമായും പുനഃസ്ഥാപിച്ചില്ലെങ്കിലും നീതിപൂർവ്വം പ്രവർത്തിക്കുവാനും പിതാവിൻ്റെ വിശ്വാസം വീണ്ടെടുക്കുവാനുള്ള ആഗ്രഹം അവൻ പ്രകടിപ്പിക്കുന്നു. ഇത് അനുതാപത്തിലൂടെയും സൽപ്രവൃത്തികളിലൂടെയും തകർന്ന ബന്ധങ്ങളെ സുഖപ്പെടുത്താനും നീതിയിലേക്ക് നീങ്ങാനും നമ്മെ അനുസ്മരിപ്പിക്കുന്നു.
3 പദവികൾ, ഉത്തരവാദിത്വം ആവശ്യപ്പെടുന്നു. ആദ്യജാതന ആയതിനാൽ റൂബന് വലിയ അവസരങ്ങൾ ലഭ്യമായിരുന്നു. പക്ഷേ അതിന് ജ്ഞാനം, ആത്മനിയന്ത്രണം, നേതൃത്വം എന്നിവയും ആവശ്യമായിരുന്നു. അവ ഉയർത്തിപ്പിടിക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു. തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനും ധാർമ്മിക അധികാരം സ്ഥാപിക്കാനുമുള്ള അവൻ്റെ കഴിവില്ലായ്മ അവനെ പതനത്തിലേക്ക് നയിച്ചു. ഇത് കാലാതീതമായ ഒരു സത്യത്തെ ചിത്രീകരിക്കുന്നു. ബഹുമതികൾ അവയിൽ തന്നെ ലക്ഷ്യങ്ങളല്ല. അവയെ തേടിയല്ല നാം അലയേണ്ടത്. സൽഗുണങ്ങളെ സൽഗുണത്തോടെ നയിക്കാൻ നാം തയ്യാറായില്ലെങ്കിൽ പദവി അനുഗ്രഹമായി മാറുന്നതിന് പകരം ഭാരമായി മാറാം. 4. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ബലഹീനതകളെക്കാൾ വലുതാണ്. റൂബന് പരാജയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ദൈവം അവനെ രക്ഷാചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റിയില്ല. ഇസ്രായേലിനുള്ളിൽ ഒരു അംഗീകൃത ഗോത്രമാക്കി അവൻ്റെ പിൻഗാമികളെ ദൈവം അംഗീകരിച്ചു. അവർക്ക് ദേശം അവകാശമായി ലഭിച്ചു. പ്രവചനപരവും വെളിപാട് ദർശനങ്ങളിലും പരാമർശിച്ചിരിക്കുന്ന 12 ഗോത്രങ്ങളിൽ എണ്ണപ്പെട്ടു. ഉദാഹരണം എസേക്കിയേൽ 48 അധ്യായം, വെളിപാട് 7 അധ്യായം 5 വാക്യം. ദൈവത്തിൻ്റെ കരുണയ്ക്ക് മനുഷ്യരുടെ ബലഹീനതയെ മറികടക്കാൻ കഴിയുമെന്ന് ഇത് സ്ഥിരീകരിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് ശാശ്വതമായ ശിക്ഷ നിലനിൽക്കുമ്പോഴും അവരിലേക്ക് തിരിയുന്നവർക്ക് ദൈവം സ്വാഗതമരുളും. അതിനാൽ റൂബൻ്റെ കഥ പരാജയത്തിൻ്റെ മാത്രമല്ല, ദൈവിക ക്ഷമയുടെയും നിലനിൽക്കുന്ന പ്രത്യാശയുടെയും കഥ കൂടിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, റൂബൻ്റെ ജീവിതത്തിനും ഉത്തരവാദിത്വം, പരാജയം, വീണ്ടെടുപ്പ് എന്നിവയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കഥ ഞങ്ങൾക്ക് നൽകുന്ന പാഠങ്ങൾക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. റൂബൻ്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കാനും താഴ്മയോടും സത്യസന്ധതയോടും കൂടി ജീവിക്കുവാനും അങ്ങ് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ചുമതലകൾ ഗൗരവമായി എടുക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വീഴുമ്പോൾ മനസ്സാന്തരപ്പെടാനുള്ള ധൈര്യവും അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുവാനുള്ള ആത്മവിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. സത്യവും വിശ്വസ്തവുമായ ആദ്യജാതനായ യേശുവിൻ്റെ മാതൃക ഞങ്ങളെ എപ്പോഴും വിശ്വസ്തയിലും സ്നേഹത്തിലും നയിക്കട്ടെ. ആമേൻ.